എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും അല്പം മാറി വെങ്ങോലക്കടുത്തായി നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന ചെങ്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള 6 സെന്റിലെ വിലക്കുറവിൽ ലഭിക്കാവുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 18ലെയും 19ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ഭംഗിയോടെ ഇടങ്ങിച്ചേർന്ന് നിൽക്കുന്ന യാതൊരുവിധ പൊല്യൂഷനോ മറ്റുള്ള വിഷയങ്ങളൊന്നും ഇല്ലാത്ത നല്ല സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയാണ്. അവിടെ നിൽക്കുന്ന മനോഹരമായൊരു വീടാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത്. ഇവിടെ നിന്നും പെരുമ്പാവൂർ ടൗണിലേക്ക് 4 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയിലാണ് വീട് നിൽക്കുന്നത്. 5 മീറ്ററോളം വീതി വരുന്ന റോഡുകൾ കാണാം. ഡ്രൈനേജ് സിസ്റ്റം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായി ഗാർഡൻ വർക്കുകളെല്ലാം വരാനുണ്ട്. ചുറ്റുമതിൽ ഇല്ലാതെയാണ് വീട് നിർമ്മാണം. കോമൺ ഗേറ്റും കോമൺ കിണറുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 2 കോമൺ കിണറുണ്ട്. ആ 2 കിണറിലേക്കും അവകാശങ്ങൾ ഈ 6 വില്ലകൾക്കും ലഭ്യമാണ്. ഇന്റർലോക്ക് കട്ടകളാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. 4-5 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഇവിടെയെല്ലാം ഗാർഡൻ വരാനുണ്ട്. വടക്ക് ഡയറക്ഷനോടുകൂടി വരുന്ന വീടാണ്. വലിയൊരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റും ടൈലുമാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ടിലെ ഡോറും ജനലുകളെല്ലാം തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും പ്ലാവുമാണ്. ഡോർ തുറന്ന് നേരെ കയറി വരുന്ന വിശാലമായ ഒരു ലിവിംഗ് ഹോളിലേക്കാണ്. നല്ല വലിപ്പമുള്ളൊരു ലിവിംഗ് ഹോൾ തന്നെ ഇവിടെ കാണാൻ കഴിയും. സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ കാണുന്ന ഭിത്തിയിൽ നല്ലൊരു വാൾപേപ്പറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വിൻഡോയിലെല്ലാം ബ്ലൈൻഡ്സ് കർട്ടൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം മനോഹരമായൊരു വീട് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിലയിൽ ലഭിക്കാവുന്നതിൽ മികച്ചൊരു വീട് തന്നെയാണ്. ഈ ഒരു ഭാഗത്തായി നല്ലൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെയായി ചെറിയ ഷെൽഫുകളും റൊട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള TV യൂണിറ്റാണ്. ഡൈനിങ് ഹാളിൽ നിന്നും നമുക്ക് TV കാണാം. ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രീതിയിലുള്ള പാർട്ടീഷനെല്ലാം ഇവിടെയായി കാണാൻ കഴിയും. ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 സീറ്ററോ 10 സീറ്ററോ പ്ലേസ് ചെയ്യാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഡൈനിങ് ഹാളിൻ്റെയും നിർമ്മാണം. അത്യാവശ്യം വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ തന്നെയാണ്. ഈ ഡൈനിങ് ഹാൾ ഏരിയയുടെ ഈ ഒരു സ്പേസിലായി നല്ലൊരു ക്രോക്കറി ഷെൽഫും കാണാൻ കഴിയും. ഗ്ലാസ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. തൊട്ട് ചേർന്ന് തന്നെയാണ് വാഷ് ബേസിൻ വരുന്നത്. നല്ലൊരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നേരെ കിച്ചണിലേക്ക് പ്രവേശിക്കാം. കിച്ചൻ്റെ ഡോറ് വരുന്നത് ഇവിടെയായാണ്. വിശാലമായൊരു കിച്ചൺ തന്നെ ഇവിടെ കാണാൻ കഴിയും. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്ക് കാണും. ഇവിടെയായി ഫ്രിഡ്ജ് വയ്ക്കാവുന്ന ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചൺ കൂടാതെ പുറത്തായി നമുക്ക് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസ് കാണാം. അവിടെ ഫുൾ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു മുറ്റമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടെയായി ഒരു അലക്ക് കല്ലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂം ഏകദേശം ഒരു 135 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. 2 ഭിത്തിയിലും അത്യാവശ്യം വലിപ്പമുള്ള ജനലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ സീലിംഗ് വർക്കുകളെല്ലാം കാണാൻ നമുക്ക് കഴിയും. ഈ ബെഡ്റൂമിൽ കബോർഡ് ചെയ്തിട്ടില്ല. തൊട്ട് ചേർന്നുള്ള ബെഡ്റൂമിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്. സെറ ബ്രാൻഡിൻ്റെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു സ്പേസിലായാണ്. ഇത് ഏകദേശം ഒരു 135 സ്ക്വയർ ഫീറ്റോട് കൂടി തന്നെ വരുന്ന വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെ 2 ഭിത്തിയിലും വലിപ്പമുള്ള ജനലുകളും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വിശാലമായൊരു ബെഡ്റൂം തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് നേരെ ഹോളിലേക്ക് തന്നെ തിരിച്ചു വരാം. സ്റ്റെയറിൻ്റെ താഴെയായി ചെറിയൊരു സ്റ്റഡി യൂണിറ്റും ഇൻവെർട്ടർ വെക്കാവുന്ന പ്രൊവിഷനെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ സ്ക്വയർ ടോപ്പിൽ നിർമ്മിച്ചിട്ടുള്ള ഹാൻഡ് റെയിലും സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഭിത്തിയിൽ വാൾപേപ്പറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വെളിച്ചം ലഭിക്കുന്ന രീതിയിലുള്ള പറകുളയും കാണാൻ കഴിയും. സ്റ്റെപ്പ് കയറി വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോളിലേക്കാണ്. നല്ല സ്പേസ് കിട്ടുന്ന രീതിയിലുള്ളൊരു ഹോൾ ഇവിടെ കാണാം. ഇവിടെയായി ഈ ഭിത്തിയിൽ വാൾപേപ്പറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലെ നിലയിൽ ഒരു ബെഡ്റൂമാണ് നമുക്ക് കാണാൻ കഴിയുക. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്.
ഇതിനും 2 ഭിത്തിയിലെ ജനലുകളും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. വേണമെങ്കിൽ മുകളിൽ ഒരു ബെഡ്റൂം കൂടി എടുക്കാവുന്ന ഒരു സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേലിനോട് തൊട്ട് ചേർന്ന് വെങ്ങോലയിൽ സ്ഥിതി ചെയ്യുന്ന 6 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 63 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം.